ഹായ് എവരിവൺ. ടുഡേ ഈ സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോഡൈനാമിക്സിലെ ഒരു ചെറിയ പോർഷനായ ഗോസസ് ലോ ആണ്. ഓക്കെ, ഗോസസ് ലോന്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ, നോട്ട് മോർ ദാൻ 15 മിനിറ്റ്സിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഞാനിന്ന് ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ വിതൗട്ട് നോ മോർ ഡിലേ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. സോ ആസ് വി ഓൾ നോ, ഗോസസ് ലോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. സോ ഗോസസ് ലോ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അറിയാവുന്ന പോലെ തന്നെ ഗോസസ് ലോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിലേഷൻ കണക്ടിങ് ഇലക്ട്രിക് ഫ്ലക്സ് ആൻഡ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ഫ്ലക്സും ഇലക്ട്രിക് ചാർജും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് നമുക്ക് തരാം. ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്, പിന്നെ ഇലക്ട്രിക് ചാർജ് ക്യൂ ആണ്. ഓക്കെ, ഇലക്ട്രിക് ചാർജ് ക്യൂവും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് നമുക്ക് ഈ ഗോസസ് ലോ വഴി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ദിസ് ഗോസസ് ലോ സ്റ്റേറ്റ്സ് ഇസ് ദാറ്റ് total electric flux phi through a closed surface of any shape equals 1 by epsilon naught times the total charge enclosed by the surface. സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്ക് ഈ ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല പഠിച്ചു വെച്ചാൽ നമുക്ക് ഇതിന്റെ ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അതായത് ടോട്ടൽ ഫ്ലക്സ് ത്രൂ എ സർഫസ് ഈസ് ഈക്വൽ ടു ദി 1 by epsilon times the charge enclosed by the surface. സോ നമ്മളൊരു ഡെപ്പിക്ഷൻ അല്ലെങ്കിൽ ഒരു ഇല്ലസ്ട്രേഷൻ, ഒരു ഫിഗറും നമ്മൾ പഠിക്കുക, ആൻഡ് ഇത് ഫോർമുലേഷനും പഠിച്ച് നമുക്ക് ഈസി ആയിട്ട് ഈ ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ചാർജ് ഉണ്ട് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. സോ ലെറ്റ്സ് കൺസിഡർ ആ ചാർജ് ഹിയർ. അതിനെ എൻക്ലോസ് ചെയ്തിട്ട് ഒരു ഇതുണ്ട്, ഒരു സർഫസ് ഉണ്ട്, വട്ട് എവർ ദ ഷേപ്പ് മൈ ബി. ഒരു ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഷേപ്പ് നമുക്കിത് ഫ്ലെക്സ് പറയാൻ പറ്റും. ഈ ഷേപ്പിലൂടെ ഈ ചാർജിന്റെ ഇൻഫ്ലുവൻസ് കാരണമുള്ള ഫ്ലെക്സ് പാസ് ചെയ്യുന്നത് എത്രയാവും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദ ഫ്ലെക്സ് പാസിംഗ് ത്രൂ ദ സർഫസ്, ടോട്ടൽ ഫ്ലെക്സ് ചാർജിങ് പാസിംഗ് ത്രൂ ദ സർഫസ് മൈ ബി ഈക്വൽ ടു, ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ഔട്ട്വേർഡ് ആണ് ഇലക്ട്രിക്, ഇത് ഫീൽഡ് ലൈൻസ് ആണ്. ഈ ടോട്ടൽ ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ദ എലമെന്റൽ ഏരിയ നമുക്ക് എന്ത് പറയാം, ഫ്ലെക്സ് എന്ന് പറയുന്നത്. സോ ഈ ഫീൽഡ് ലൈൻസും the total flux of this charge passing through the surface എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, ചാർജിന്റെ 1 by epsilon times ആണെന്ന് പറയാം. സോ epsilon naught is simply permittivity of the free space. ഇനിയിപ്പോ അത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഉള്ള ഒരു സ്പേസ് ആണെങ്കിൽ നമുക്ക് epsilon naught ന് പകരം അതിന്റെ റിലേറ്റീവ് ടേംസും കൂടി ഇതിൽ വരും. സോ ആസ് ഓഫ് നൗ വി ഡോണ്ട് നീഡ് ദാറ്റ്. ഈ സെഷൻ നമ്മളത് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നില്ല. സോ നമുക്കത് ഇപ്പൊ ഇങ്ങനെ മാറ്റി വെക്കാം. ഓക്കെ, സോ ഇതാണ് ഗോസസ് ലോ പറഞ്ഞത്, ഫൈ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ നെക്സ്റ്റ് മുമ്പത്തെ സ്ലൈഡ് നമ്മൾ തിരിച്ചു വരും കേട്ടോ, കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ ഗിവൻ ഏരിയ ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫീൽഡ് ലൈൻസിന്റെ കമ്പോണൻസിന്റെ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ ഗിവൺ ഏരിയ, ഒരു തന്നൊരു ഏരിയ, ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള പോലെ ഈ ഒരു ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ സർഫസ് ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ കമ്പോണൻസിന് നമ്മൾ എന്താ പറയുക, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. സോ ഈ ഡെഫിനേഷൻ വെച്ചിട്ട് അപ്പൊ നമുക്ക് നോർമൽ ഓർ പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ടു ദ എലമെന്റൽ ഏരിയ എന്ന് പറയുന്നത് ഈ കോസിറ്റി ആണ്. നമുക്ക് ഈ ഫിഗറിൽ നോക്കി കാണാം, ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു ഇൻക്ലിനേഷൻ ഉണ്ട്, ഒരു തീറ്റ ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഈ ഫീൽഡിൽ നിൽക്കുന്നത്. സോ ഈ ഫീൽഡിൽ തീറ്റ ഡിഗ്രി ഇൻക്ലിനേഷൻ കാണിക്കുമ്പോൾ ഹിയർ, ഓക്കെ, തീറ്റ ഡിഗ്രി ഇൻക്ലിനേഷൻ ഉണ്ട്. സോ നമ്മുടെ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ നിൽക്കുന്ന സർഫസിന്, സോ ഈ സർഫസിന്റെ ഇതാണ് സർഫസ് വരുന്നത്. ഓക്കെ, ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന, ഈ സർഫസിന്റെ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയി വരുന്ന ഈന്റെ കമ്പണന്റ് എന്ന് പറയുന്നത് ഇതിൽ കാണിക്കുന്ന ഇയെ കണ്ടോ, ഈ സംഭവമാണ്, ഈ ഡയറക്ഷൻ ആണ് വരിക, എന്ത് ഈന്റെ പെർപെൻഡിക്കുലർ കമ്പണന്റ്, അതെന്താണ്, ഈ കോസ് തീറ്റയാണ് വരിക, ഇതാണ് ഈന്റെ ഡയറക്ഷൻ. സോ ദിസ് കമ്പണന്റ് ഓഫ് ഇ ഈസ് കോൾഡ് ഈ കോസ് തീറ്റ. സോ നമുക്ക് എന്ത് പറയാം, ഇതെന്ന് പറയുന്നത് സ്മോൾ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഡി എ ഈസ് ഈക്വൽ ടു ഡി ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് ഡി എ. ഓക്കെ, ഡോട്ട് കമ്പണന്റ് എടുക്കും, കോസ് തീറ്റയാണ് വരിക. സോ അങ്ങനെ ഡിറൈവ് ചെയ്ത് നമുക്ക് ഫൈക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടും, ഫൈ ഈക്വൽ ടു
സർഫസ് ഇന്റഗ്രൽ, അതായത് നമ്മൾ ഇതിന്റെ ഇന്റഗ്രൽ എടുക്കുകയാണ്, ഡിഫൈൻഡ് ഇന്റഗ്രൽ ചെയ്തിട്ട് അപ്പൊ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എ എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് നമുക്ക് ടോട്ടൽ ഫ്ലക്സിന്റെ, ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഡെഫിനിഷൻ എന്ന് കിട്ടുന്ന എക്സ്പ്രഷൻ ഓഫ് ഫൈ. സോ പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ ഇതാണ് കൊടുത്തിട്ടുള്ളത്, കണ്ടോ? ഫൈ ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എ, ഓക്കെ എന്നുള്ളതാണ്. സോ ഇതിന് നമുക്ക് എന്ത് കിട്ടും? ഗോസസ് ലോന്ന് ഫൈ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലൺ നോട്ട് എന്നും കിട്ടും. സോ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലൺ നോട്ട് എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇക്വേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇന്റൻസിറ്റിന്റെ ഫോം ആണ് ഇത്, ക്യൂ ബൈ 4πε0 r square r cap എന്ന് പറയുന്നത്. ദിസ് ഈസ് സിംപ്ലി കുലംസ് ലോ. അപ്പൊ നമുക്ക് ഗോസസ് ലോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? കുലംസ് ലോ ഡിറൈവ് ചെയ്തത്. സോ ഇതെങ്ങനെ ഡിറൈവ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണിക്കാം. അതാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഫൈ എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ വി നോ സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എ. ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് ഡി എ, അതായത് ഇപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് പുറത്തെടുക്കാം, സർഫസ് ഇന്റഗ്രലിനെ പുറത്ത് കൊണ്ടുവരാം, ഇ ഡോട്ട് ഡി എന്നുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യും? ഡി എനെ മാത്രം സർഫസ് ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ടോട്ടൽ ഏരിയ ഓഫ് ദാറ്റ് എന്താണോ ഈ ഒരു സർഫസിന്റെ ഡയമെൻഷൻ ഓർ ഷേപ്പ് എന്താണോ അതിന്റെ അനുസരിച്ചുള്ള ഒരു ടോട്ടൽ ഏരിയ ഓഫ് ദാറ്റ് പ്ലെയിന് കിട്ടും. ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് ഡി എന്ന് കിട്ടും, ഇ ഡോട്ട് എ എന്ന് കിട്ടും. സിംപ്ലി ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് അറിയാവുന്നതാണ് ഇ എ കോസ് തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫൈക്ക് നമുക്കൊരു 3 എക്സ്പ്രഷൻസ് ആണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഫൈ ഈക്വൽ ടു ഇ എ കോസ് തീറ്റ ഒന്ന് ഇവിടെ ഉള്ളത്, ആൻഡ് നെക്സ്റ്റ് ഈസ് ഫൈ ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ, ആൻഡ് നെക്സ്റ്റ് ഈസ് ദാറ്റ് ഗോസസ് ലോന്റെ മെയിൻ. ഇനി ഇതിലൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിന്റെ എക്സ്പ്രഷൻക്ക് എങ്ങനെ എത്താന്നുള്ളതാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഓൺ ദ സ്ഫെറിക്കൽ സർഫസ് നമ്മൾ എന്താ ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഓൺ ദ സർഫസ് സ്ഫെറിക്കൽ സർഫസ് ഈസ് കാൾഡ് ഫീൽഡ് ഇന്റൻസിറ്റി. നമുക്ക് അറിയുന്നതാണ് ഫീൽഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഫീൽഡ് ഔട്ട് ആയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഏരിയ, ഓക്കെ, ഇപ്പൊ ഈ ചാർജ് വെക്കുമ്പോൾ ആ ചാർജിന്റെ എഫക്ട് നമുക്ക് ഫെൽറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് നമ്മൾ അതിന്റെ ഫീൽഡ് എന്ന് പറയാം. ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഫീൽഡിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇന്റൻസിറ്റി ഓഫ് ദാറ്റ് ചാർജിന്റെ ഒരു ഇന്റൻസിറ്റി നമുക്ക് കിട്ടും. സോ അതിനാണ് നമ്മൾ ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയാം. ഒബ്വിയസ്ലി പറഞ്ഞത് വെച്ചിട്ട് തന്നെ ഫീൽഡ് എന്തിനെ ഡിപ്പെൻഡന്റ് ആയിരിക്കും? അതിന്റെ ഒരു ഡിസ്റ്റൻസ് ഫ്രം ദ ചാർജ്, ഓക്കെ, അതാണ് അതിന് ഡിപ്പെൻഡൻസി ഉള്ളത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ കണ്ടോ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇ എ കോസീറ്റ ഫൈ ഈക്വൽ ടു ഇ എ കോസീറ്റ എന്നുള്ളതും നമ്മൾ ഗോസസ് ലോന്റെ ക്യൂ ബൈ എപ്സിലോൺ നോട്ട് എന്നുള്ള ഇക്വേഷനും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് നമുക്ക് കിട്ടും, നമ്മളിപ്പോൾ ഇതൊരു പോയിന്റ് ചാർജ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. പോയിന്റ് ചാർജ് പറഞ്ഞാൽ സ്ഫെറിക്കൽ ആവും. സോ സ്ഫെറിക്കൽ എന്ന് പറയുമ്പോൾ ഇതിന് ഇങ്ങനെ ഔട്ട്റേജ് ചെയ്യുന്ന എല്ലാ ഫീൽഡ് ലൈൻസിനെയും അത് ഈ സർഫസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ ഫിഗറിൽ കണ്ടോ കുറേ ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതാണ് ഇലക്ട്രിക് ചാർജ് എങ്കിൽ ഇതിന് കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ റേഡിയലി പോകുന്നതുകൊണ്ട് തന്നെ ഈ സർഫസ്, ഈ സ്ഫെറിക്കൽ സർഫസിനായിട്ട് അത് ഉണ്ടാക്കുന്ന ആംഗിൾ പറഞ്ഞാൽ 90 ആവും. സോ നമ്മൾ എന്ത് ചെയ്യും? 90 ഡിഗ്രി ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, കണ്ടോ. സോ കോസ് 90 is obviously we all know it's 1. സോ നമ്മൾ ഫൈ ഈക്വൽ ടു ഇ എ എന്ന് വരും, ഓക്കെ, ഇ എ. സോ ദിസ് ഇസ് സിൻസ് ഇറ്റ്സ് എ സ്ഫിയറിന്റെ ഏരിയ, സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാക്കാൻ പറ്റും? ഇ ഇൻറ്റു 4πr² ഈക്വൽ ടു 5. 5 നമുക്ക് എന്താണെന്ന് അറിയാം? ക്യൂ ബൈ എപ്സിലോൺ നോട്ട് ആണെന്ന് അറിയാം, ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ക്യൂ, okay, wait a minute, q by epsilon naught equal to e into 4πr² എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ e equal to q by 4π epsilon naught r² എന്ന് കിട്ടും. നമ്മളത് വെക്റ്റർ കോമ്പണന്റ് ആക്കി എഴുതുമ്പോൾ ആർ ക്യാപ് എന്ന് ഇവിടെ ഇട്ട് കൊടുക്കും, ഓക്കെ. ഇൻ ദ ഡയറക്ഷൻ ഓഫ് റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടുള്ള ആറിന്റെ ഡയറക്ഷനിലാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കിട്ടുക. സോ ദിസ് ഇസ് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4π r². ദിസ് ഇസ് സിംപ്ലി ആർ കുളംസ് ലോ, ഓക്കെ. ദിസ് ഇസ് കുളംസ് ലോ ഇൻ ഇലക്ട്രോഡൈനാമിക്സിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് എപ്പോഴും പറയുന്ന കുളംസ് ലോ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ക്യൂ ബൈ 4π r²
ആർ ക്യാപ് എന്നുള്ളതാണ് എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് വേണമെങ്കിൽ ഓക്കെ ഇത്രയാണ് നമ്മൾ പറഞ്ഞു. ഗോസസ് ലോ എന്താന്ന് പറഞ്ഞു, ഫൈ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട് ആണെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ ഈ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഡെഫിനേഷനുമായിട്ട് കമ്പയർ ചെയ്തു. എന്നിട്ട് അതിന് നമ്മളൊരു ഫൈക്ക് ഒരു ന്യൂ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ന്യൂ അല്ല, ജസ്റ്റ് ഡിറൈവ്ഡ് എക്സ്പ്രഷൻ ആണ് അത്. ആ ഡിറൈവ്ഡ് എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്തു, ഗോസസ് ലോയും ഈ ഡെഫിനിഷന്റെ ഇതും കൂടി നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്രയും നമ്മൾ ഈ സെഷനിൽ ചെയ്തിട്ടുള്ളൂ. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു problem. Okay, this is a very elementary problem ആണ്. വെരി സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. ആക്ച്വലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് തോന്നുന്നു ഹയർ സെക്കൻഡറി ലെവലിലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ബട്ട് ഫോർ ദ സേക്ക് ഓഫ് സോൾവിംഗ് എ പ്രോബ്ലം ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ റാൻഡം ആയിട്ട് എടുത്തേ ഉള്ളൂ. സോ ഹിയർ നമ്മളെ ക്വസ്റ്റ്യൻ നോക്കാം. എ പ്ലെയിൻ സർഫസ് ഹാസ് an ഏരിയ 2 meters square. If an electric field of magnitude 3 volt per meter, അതായത് ഇതെന്താ നമ്മുടെ തന്നിട്ടുള്ളത്, ഏരിയ ആണ്. ദിസ് ഈസ് അവർ ഏരിയ. ആൻഡ് ഇഫ് എൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ്, ഇലക്ട്രിക് ഫീൽഡ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് പറയുന്നത്. സോ ദിസ് ഈസ് അവർ ഇ ആൻഡ് ക്രോസസ് ഇറ്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 16 degree. ഓക്കെ, ഇതെന്ത് ചെയ്തു, ഇലക്ട്രിക് ഫീൽഡ് ക്രോസസ് ഇറ്റ് ആൻ ആംഗിൾ, ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ട് ഈ സർഫസിന് അതൊരു ആംഗിൾ തീറ്റ വെച്ചിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്. ദിസ് ഈസ് തീറ്റ. ഓക്കെ, തീറ്റ 60 ഡിഗ്രിയിൽ അത് ക്രോസ് ചെയ്യുന്നുണ്ട്. കാൽക്കുലേറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫ്ലക്സ് ഈസ് സിംപ്ലി ഫൈ. ഓക്കെ, അവർ ഫൈ ആണ് ഇതിൽ വരുന്നത്. സോ നമ്മൾ സോൾവ് ചെയ്യാണ്. എ ഈക്വൽ ടു മീറ്റർ സ്ക്വയർ. എന്നിട്ട് നമ്മൾ ഏതിന്റെ ഇക്വേഷനിലാണ് കൊടുക്കുക, ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് എ ഈക്വൽ ടു ഇ എ കോസ് തീറ്റ. നമ്മൾ മുന്നേ ഡിറൈവ് ചെയ്ത ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നു. 3 എന്ന് പറയുന്നത് ഇ, 2 എന്ന് പറയുന്നത് ഏരിയ, ആൻഡ് കോസ് 60 കോസ് തീറ്റ ഇട്ട് കൊടുത്ത് നമുക്ക് 3 വോൾട്ട് മീറ്റർ. സോ ഇവിടെ നമ്മൾ ഇതാക്കേണ്ട സാധനം എന്ന് പറയുന്നത് വോൾട്ട് മീറ്റർ ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് മീറ്റർ ആണ്. ഓക്കെ, ഇലക്ട്രിക് ഫ്ലക്സ് ഫൈന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് മീറ്റർ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഇന്റൻസിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് പെർ മീറ്റർ ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സിംപ്ലി നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ കിട്ടും. അതായത് ഇ ബൈ എ വോൾട്ട് പെർ മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ ഇസ് ഈക്വൽ ടു വോൾട്ട് മീറ്റർ എന്ന് കിട്ടും. ഫൈൻ്റെ ഇക്വേഷൻ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ഡോട്ട് പ്രൊഡക്റ്റ് ഒന്നും ലൈക്ക് സിമ്പിൾ ഇട്ട് കൊടുക്കുക. തീറ്റയ്ക്ക് ഇതില്ല. സോ ഇ എന്ന് പറയുന്നത് വോൾട്ട് പെർ മീറ്റർ ആണ്. എ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ ആണ്. വോൾട്ട് മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ എന്ന് വരുമ്പോൾ എന്ത് വരും, വോൾട്ട് മീറ്റർ എന്ന് വരും. ഓക്കെ, വോൾട്ട് മീറ്റർ സ്ക്വയർ ഇതിങ്ങനെ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യും, വോൾട്ട് മീറ്റർ എന്നൊരു ഫൈൻ്റെ യൂണിറ്റ് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.